ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദത്തിൽ രാഷ്ട്രീയ പോര് കനക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ഓണപ്പൂക്കളത്തിനെതിരെ പോലീസ് കേസെടുത്തുവെന്ന ആരോപണത്തിലാണ് രാഷ്ട്രീയ തർക്കം. പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. നാളെ BJP പ്രതിഷേധ മാർച്ച് നടത്തും. BJPയുടെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് CPM ആരോപിക്കുന്നുമുണ്ട്. വ്യാജവാർത്തയാണ് പ്രചരിക്കപ്പെടുന്നതെന്നാണ് പോലീസിന്റെ നിലപാട്. കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനാണ് കേസെടുത്തതെന്നും പൂക്കളത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ ക്ഷേത്ര ഭൂമിയിലെ ഈ വിവാദത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ഉപയോഗിക്കുന്നു എന്നത് കോൺഗ്രസും CPM-ഉം ഒന്നിച്ചുന്നയിക്കുന്ന ആരോപണമാണ്. ഒരർത്ഥത്തിൽ ആ ആക്ഷേപങ്ങൾക്ക് കഴമ്പുണ്ട് താനും. കാരണം ഇതുവരെ ഇല്ലാത്തൊരു വിവാദം അവിടെ ഉയർന്നു വരികയും ചെയ്യുകയാണ്. ഒപ്പം പോലീസിൻ്റെ ഇടപെടലിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നീക്കം നടത്തി എന്നത് പോലീസ് ഇന്നലെ ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഈ രാഷ്ട്രീയ പോരവിടെ കനക്കുന്നത്? അവിടെ ഇതിൻ്റെ തുടർച്ചയായ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ ശാസ്താംകോട്ടയിൽ പ്രകടമാണോ? BJP ചില പരസ്യ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുന്നതായും സൂചനയുണ്ടല്ലോ. തീർച്ചയായും സജിത്ത്, ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം കടുക്കുമ്പോഴാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിയിരിക്കുന്നത്. പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പൂക്കളമിട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. കോടതി വിധിക്കെതിരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കൊടിതോരണങ്ങളും ഫ്ലെക്സും പ്രദർശിപ്പിച്ചതിനാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് FIR-ൽ പറഞ്ഞിട്ടുമില്ല. RSS അനുഭാവികളും പ്രവർത്തകരുമായ ശരത്ത്, അശോകൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ RSS-ന്റെ ഈ കൊടിയെ സൂചിപ്പിക്കും വിധം പൂക്കൾ കൊണ്ട് അത്തമൊരുക്കിയെന്നും FIR-ൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കലാപാഹ്വാനം നടത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. സംഭവത്തിൽ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ പോലീസ് കേസെടുത്ത നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ തിങ്കളാഴ്ച BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സ്ഥലം സന്ദർശിക്കാൻ എത്തുകയും ചെയ്യും. അപ്പം BJP ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു ഈ വിഷയം എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ആ പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. അതിൽ RSS-ന്റെ ചില രാഷ്ട്രീയ ചിഹ്നങ്ങൾ അതിൽ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കം ബോധപൂർവമായി ഉണ്ടായി എന്നതാണോ ഈ കോൺഗ്രസും ഒപ്പം CPM-ഉം ഒക്കെ സംശയിക്കുന്നത്? അവരെങ്ങനെയാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, നേരിടുന്നത്? സജിത്ത്, നിലവിൽ ഈ ക്ഷേത്രത്തിൽ 27 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ഉള്ളത്. ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചില തർക്കങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തിരിഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാവുകയും ചെയ്തത്. കാരണം ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടേതായ യാതൊരു വിധ കൊടിതോരണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൂക്കളം ഇട്ടത് എന്നുള്ളൊരു ആരോപണം ആണ് CPM അതുപോലെ തന്നെ ഈ ഭരണസമിതി, കോൺഗ്രസും CPM-ഉം അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത്. ഇവരാണ് പരാതി നൽകിയിരിക്കുന്നതും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും ചെയ്തത്. FIR അടക്കം രജിസ്റ്റർ ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഇത് കടക്കുന്നു. സജിത്ത്, അതാണ് സാഹചര്യം. ഇന്ന് സുരേഷ് ഗോപി അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം നാളെ BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചുണ്ട്. പോലീസ് ഒത്തുകളിച്ചു എന്നതൊക്കെയാണ് BJP ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി. ക്ഷേത്രങ്ങളുമൊക്കെ ഈ വിവാദങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു എന്ന ആക്ഷേപം കൂടിയാണ് ഉയരുന്നത്. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വിവാദം അത് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്.